എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് കുവൈറ്റിലെ ഫഹേലിനടുത്തുള്ള സബാഹിയ ഐക്ക ഷോപ്പിലേക്കാണ്. ഐക്ക ഷോപ്പിൻ്റെ പ്രത്യേകത, നമ്മൾ മറ്റുള്ള ഷോപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് ഐറ്റംസാണ് എടുക്കുന്നത് ആ ഐറ്റംസ് അവിടെ മാത്രം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഓരോ മുറികളും എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിശാലമായ ഒരു ഡെമോ കാണാനായിട്ട് സാധിക്കും. ബാത്റൂമും കിച്ചൺ ഐറ്റംസും അങ്ങനെ ഓരോന്നും അവിടെ തന്നെ ക്രമീകരിച്ച് നമുക്ക് വീട്ടിൽ ഏത് രീതിയിലൊക്കെയാണ് നമുക്ക് അടുക്കും ചിട്ടയോടും കൂടി ഇത് ചെയ്യേണ്ടത് എന്നുള്ള വളരെ കൃത്യമായ ഒരു ഐഡിയ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതാണ് ഈ ഐക്ക ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെക്കുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു റൂം തന്നെ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ലിവിങ് ഹാളിലേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ ഇട്ടിരിക്കുന്ന സോഫകൾ കബോർഡിലേക്ക് തുറന്നു കഴിയുമ്പോൾ കാണുന്നത് റെഡിയായി നമുക്ക് ഷർട്ടും അതുപോലെ തന്നെ മറ്റുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഈ കാണുന്ന റൂമിലാണെങ്കിൽ ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ലൈറ്റുകൾ, വാളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഓരോ ഡിസൈൻ സാധനങ്ങൾ, അങ്ങനെ ഡൈനിങ് ഹാളിൽ നോക്കും അല്ലെങ്കിൽ കിച്ചണിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സെറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊരു പുതിയൊരു അനുഭവമാണ്. നേരത്തെ ഐക്യ ഷോപ്പിലേക്കൊക്കെ പോയിട്ടുള്ളവർക്ക് ഇതൊരു വേറിട്ടൊരു അനുഭവമാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ പുതുതായിട്ട് കാണുന്നവർക്ക് അല്ലെങ്കിൽ നമുക്കൊരു വീട് എങ്ങനെ നമുക്ക് ഇത്ര മനോഹരമായിട്ട് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ ഒരു നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടും. ഓരോ കിച്ചണും സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സ്ക്വയർ ഫീറ്റിൻ്റെ കണക്കനുസരിച്ചിട്ടാണ്. ഈ കിച്ചണിൽ എല്ലാം ഒരേപോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കാനുണ്ട്. പല തരത്തിലുള്ള ഇപ്പോൾ വാഷിംഗ് റൂമിലാണെങ്കിൽ വാഷിംഗ് മെഷീൻസ്, അല്ലെങ്കിൽ അത് ഹാങ് ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനെ ഓരോന്നും ഓരോ മുറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ഇത് കണ്ടോ, വെൽക്കം ടു അവർ ഹോം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഓരോ ഐറ്റംസും നമുക്ക് എടുത്തെടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റുകൾ പോലും അതിൽ ഫിറ്റ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. ഓരോ റൂമിൽ നിന്നും നമുക്ക് മറ്റുള്ള റൂമുകളിലേക്ക് തന്നെ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് അത് സാധിക്കുന്നുണ്ട്. എന്താ പില്ലോകളും അല്ലെങ്കിൽ ടി വി കാണുന്ന റൂമും അതിലുപയോഗിച്ചിരിക്കുന്ന ലൈറ്റുകളും ആ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെയും ഫോട്ടോയൊക്കെ ഇതേപോലെ തൂക്കിയിട്ടിരിക്കുന്നതും. നമ്മളെങ്ങനെ ഒരു വീട്ടിലേക്ക് കയറുന്നു, ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഓരോ മുറിയും എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നല്ല ഒരു ഐഡിയ നമുക്ക് കിട്ടും. പുതുതായിട്ട് നമ്മൾക്ക് വീട് വയ്ക്കുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല ഒരു ആംബിയൻസ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. ഉണ്ടോ, ഈ റൂമിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റുകളും അതുപോലെ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന ഓരോരോ സാധനങ്ങളും കാണുമ്പോഴത്തേക്കും നമുക്കും അറിയാതെ നമ്മുടെ മനസ്സിൽ ഓരോരോ ഐഡിയകൾ നമുക്ക് കിട്ടുകയാണ്. കുട്ടികളുടെ ആ ബെഡാണ് ഈ കാണുന്നത്. അവൾക്ക് അവർ ഉപയോഗിക്കുന്ന ടോയ്സ് വരെ അതിൽ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഓരോ കിച്ചണും വളരെ മനോഹരമായിട്ട് തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയ ഈ കാണുന്നത് ഒരു ഓവൻ സെറ്റാണ്. കണ്ടോ, ഭിത്തിക്കുള്ളിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ എനിക്ക് വളരെ മനോഹരമായിട്ട് തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഈ ഒരു ചെയർ നോക്കിക്കേ. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഗ്ലാസിൻ്റെ ഒരു ചെയർ. ഉണ്ടോ, സൂപ്പറായിട്ടുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇതിനൊക്കെ വില അല്പം കൂടുതലാണ്. എന്നാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴേ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ ഇതേപോലെ വലിയൊരു കബോർഡിനകത്ത് ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ ആവശ്യമുള്ള വിവിധ തരത്തിലുള്ള ടാപ്പുകൾ. ഈ ഏരിയ മൊത്തത്തിൽ ബെഡുകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ബെഡ്, പില്ലോ, അതിൻ്റെ കവറുകൾ,
ചെറിയ ചെറിയ പാത്രങ്ങളിലും ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നോക്കും, അതിൻ്റെ ബെഡ്ഷീറ്റുകളൊക്കെ നല്ല രസമുണ്ട്. നമ്മുടെ ഭിത്തിക്കും അതുപോലെ തന്നെ ആ കട്ടിലിനും അല്ലെങ്കിൽ എല്ലാത്തിനും ഇവിടെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ബൾബുകളാണ്, കണ്ടോ, പല 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 രീതിയിലുള്ള ബൾബുകൾ അല്ലെങ്കിൽ പല നിറത്തിലുള്ള ബൾബുകളാണ്. നമുക്ക് മനസ്സിനെ ശരിക്കും ഒരു കുളിർമ കിട്ടുന്ന ഒരു അനുഭവം തന്നെയാണ്. ആ റൂമുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നതും അതിനുപയോഗിച്ചിരിക്കുന്ന ആ പെയിൻറ്റുകളും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്കും ഒരു മനസ്സിലൊരാശയം കിട്ടും. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് സന്ദർശിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. ഈ ബാത്റൂമിൻ്റെ ഓരോ ഫിറ്റിങ്സുകൾ തന്നെ ഉണ്ടോ, അതങ്ങനെ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഉണ്ടോ. അതിലുള്ള കബോർഡുകൾ, നെറ്റൊക്കെ ഇട്ടിട്ട് ഒരു ബെഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും നേരെ ഇതിൻ്റെ സൈഡിലൂടെ നടന്ന് ഇത് കണ്ടോ, ഇത് വലിയൊരു വാർഡ്രോബ് എന്നൊക്കെ പറയാം. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലൂടെ ഒരു ഇടനാഴി കാണാം. ആ ഇടനാഴിയുടെ രണ്ട് സൈഡിലും അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. നമ്മളുടെ പേഴ്സണൽ ഐറ്റംസായ വാച്ചസ്, ബ്രേസ്ലെറ്റ്, കണ്ണാടികൾ നോക്കാൻ പറ്റുന്ന ആ തരത്തിലുള്ള അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മളുടേതാകുന്ന പേഴ്സണൽ ഐറ്റംസ് എടുത്തുകൊണ്ട് നമുക്ക് ഒരുങ്ങിപ്പോകാം. ലേഡീസിനാണെങ്കിലും ആ രണ്ട് സൈഡിലും ലേഡീസിൻ്റെയും ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അവരുടെ ഹാൻഡ് ബാഗ്സ്, ഇയർ റിങ്സ്, വാച്ചസ്, സൺഗ്ലാസസ്, ഡ്രസ്സ്, ഇതെല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ അവിടെ അങ്ങ് തീരുകയാണ്. നല്ല സെറ്റപ്പിലാണ് അതും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രധാനം ഞാൻ എടുത്തു പറയുന്നത് ഓരോ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഉണ്ടോ, ഓരോന്നും ഓരോ മുറികളായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്ന ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്തിട്ട് മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നമ്മൾക്ക് റെഫർ ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബൾബുകളൊക്കെ നമ്മളുടെ നാട്ടിൽ പണ്ടത്തെ ഒരു ഫിലമെൻറ്റിൻ്റെ പ്രത്യേകതയാണ്. ഇത് കുട്ടികളുടെ റൂം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ റൂമിലാകുമ്പോഴത്തേക്കും അവർക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് അതിൻ്റെ ഓരോ സൈഡിലും ക്രമീകരിച്ചിരിക്കുന്നത്. അവളുടെ റൂമുകൾ, അതിന് വേണ്ടുന്ന കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പം ഒഴിവ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആകുന്ന അവസരങ്ങളിൽ ഈ ഷോപ്പിലൊക്കെ ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലുള്ള ഹാങ്ങേഴ്സ് ഉണ്ട്. നല്ല ഓഫർ പ്രൈസും ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഏതാണ്ട് 70% ഓഫറാണ് ഈ സമയത്ത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ സീസണിലും അവർ നമുക്ക് നല്ല രീതിയിലുള്ള ഓഫറുകൾ, അതിവിശാലമായ എനിക്കിൻ്റെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാൽ തന്നെയും അതിവിശാലമായ രീതിയിലാണ് ഓരോ സാധനങ്ങളും ഇവിടെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത്ര വലിയ വിലയുണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ നമ്മളുടെ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റംസുകളാണ്. തവികളും അതുപോലെ തന്നെ മറ്റുള്ള പാത്രങ്ങളുമൊക്കെ ഇതൊക്കെ ഒരു കോംബോ ഓഫറാണ്. ഇതൊക്കെ വളരെ നമുക്ക് കാഴ്ചയിൽ തന്നെ നല്ല രസമുള്ള രീതിയിലാണ് ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്. ഓരോ രീതിയിലുള്ള കപ്പുകളാണ് ഇതൊക്കെ. അപ്പം ഓരോ കളറിൽ, അപ്പം ഇത് നല്ല കളക്ഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏതാണ്ട് വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്കിവിടെ വന്നിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. ഓരോ കളറിലുള്ള എൻ്റെ ഒരു ഹോബിയാണിത്. എവിടെ കണ്ടാലും ഞാനിത് 1-2 എടുക്കും.
അങ്ങനെ വീട്ടിൽ ഞാനിതിൻ്റെ ഒരു കളക്ഷൻ തന്നെ എനിക്കുണ്ട്. ഈ ചായ കുടിക്കുന്ന ആ കപ്പുകളൊക്കെ ആണെങ്കിലും, പിന്നെ ഇതുപോലെ പാത്രങ്ങൾ നമുക്ക് ആവശ്യമുള്ളതിൽ. ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ കർട്ടൻ്റെ ഒരു സൈഡാണ്. നമ്മൾക്ക് ഡോർ കർട്ടനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കർട്ടൻ സൈഡിലുള്ള കർട്ടൻസൊക്കെ ഇടാനായിട്ട് ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആലപ്പുഴക്കാരനാണ്. അപ്പം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഈ കാണുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ചകിരിനാര് കൊണ്ടാണ്. ഇതിൻ്റെ നേരത്തെ ഞാൻ ആലപ്പുഴയിലെ രവി കരുണാകരൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ സ്റ്റാഫായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റുമായിട്ടും ഇതിൻ്റെ ക്വാളിറ്റിയുമൊക്കെ ആയിട്ട് നല്ല ഒരു ബന്ധം എനിക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഫ്ലോറിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല സ്മൂത്തായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകളാണ്. ഇതെന്തോ ഒരു പുലിത്തോല് പോലെ ഇരിക്കും, പക്ഷേ അതല്ല, കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണ്. ഇത് ഈ കാണുന്നത് മെഴുകുതിരിയാണ്. നല്ല സുഗന്ധമുള്ള മെഴുകുതിരികളുടെ വമ്പൻ ഒരു ശേഖരം തന്നെ അവിടെ ഉണ്ട്. ഇതൊക്കെ ഇൻഡോറിനും അല്ലെങ്കിൽ ആയിട്ടുള്ള ചെടികളുടെ ഒരു ശേഖരം. ചെടികൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇൻഡോറിലും ഔട്ട്ഡോറിലും വയ്ക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ, നമുക്ക് എണ്ണിയാലും തീരാത്ത അത്ര കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെയൊക്കെയുള്ള, അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ലൊരു വൈബ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. കണ്ടോ, എനിക്കിതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ബോറായി പോവും. അതുകൊണ്ടാണ് ചെടിയെ സ്നേഹിക്കുന്നവർക്കും അല്ലെങ്കിൽ പുഷ്പങ്ങളെ സ്നേഹിക്കുന്നവർക്കും നല്ല ഒരു ശേഖരം ഇവിടെ ഇണക്കിയിട്ടുണ്ട്. ഐക്യ ഷോപ്പ് എന്തായാലും നമ്മൾക്ക് ഇഷ്ടപ്പെടും. ഇത് ഓരോ സീസൺ അനുസരിച്ചിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചില ഇവിടുത്തെ സ്വദേശികളുടെ വീടുകളിലൊക്കെ മുമ്പിലൊക്കെ ഇങ്ങനെ ചായ സൽക്കാരങ്ങളൊക്കെ ആയിട്ട് അവരിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോയാലും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ എല്ലാ ഐറ്റംസിൻ്റെയും ഇത് ഇവിടെ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾക്കത് എങ്ങനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ആ രീതിയിലാണ്. ഇത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള നല്ല കാഴ്ചകളാണ്. ഇതിൻ്റെ ഓരോ സൈഡിലായിട്ട് വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികളുടെ ഓരോ ഷോപ്പുകളുണ്ട്. നല്ല രസമാണ് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും കൂട്ടുകാരും ഒക്കെ ആയിട്ട് നിന്നിട്ട് സെൽഫി എടുക്കാനോ റീൽ ചെയ്യാനോ ഒക്കെ പറ്റിയ നല്ല ഒരു അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ മറ്റ് ഫുഡ് കോർട്ടുകളും ഉണ്ട്. അവിടെയൊക്കെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവിടുത്തെ നിയമങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇതുണ്ട്, നിയമവശങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെയൊന്നും നമുക്ക് ക്യാമറ അങ്ങോട്ടൊന്നും ചലിപ്പിക്കാൻ പറ്റാത്തത്. എന്തായാലും നല്ല രസമുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാനും ഈ ഒരു ഇങ്ങനത്തെയൊക്കെ ഒരു കാഴ്ചകൾ കാണാനും അല്ലെങ്കിൽ കണ്ടു നടക്കാനും ഒക്കെ നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. എന്തു തന്നെയായാലും ഇവിടെ ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. മറക്കണ്ട, നമ്മുടെ കുവൈറ്റിലെ ഫഹലിലെ സബാഹിയ വെയർഹൗസ് മാൾ അല്ലെങ്കിൽ ഐക്യ ഷോപ്പിലെ കാഴ്ചകളാണ്. മറക്കണ്ട. ഒഴിവു ദിവസങ്ങളിൽ ഇതിന് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കും നമ്മുടെ മനസ്സിനും ഒക്കെ നല്ലൊരു കുളിർമയും ഒരു ഫീലാണ് കിട്ടുന്നത്. ഇത് ഒരു ചൈനീസ് കമ്പനിയുടെ കാറാണ്. ഇങ്ങനെ മുകളിലൊക്കെ ഇതേപോലെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറ്റു കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്നേഹത്തോടെ ബിജു കൈലാസം.